ഇത് സഹസ്രധാര മല ഹിമാലയത്തിൽ ഡെറാഡൂണിലിരിക്കുകയാണ്. ഡെറാഡൂൺ ആക്ച്വലി ഡെറാഡൂൺ എന്ന് പറഞ്ഞ് ദ്രോണാചാര്യയുടെ പേരിലുള്ള പള്ളത്താക്ക് ഡൂൺ, അത് തേഞ്ഞ് ഡെറാഡൂണായി. അപ്പോൾ ഈ മലയിൽ ഒരുപാട് ഗുഹകളുണ്ട്. ഇതാ നേരെ കാണുന്നതൊരു ഗുഹ, കേവ്. അപ്പോൾ ഈ മല റൗണ്ട് കുടയുടെ ഷേപ്പിലിരിക്കും. ഇതിൽ ആയിരക്കണക്കായ ഡ്രാപ്പ് വെള്ളം വീഴുന്നുകൊണ്ടേയിരിക്കും എപ്പോൾ 24 hours ത്രൂ ഔട്ട് ദി സീസൺ. മഴ റേഞ്ചില്ല, മറ്റേ നേരത്തിൽ എല്ലാ നേരത്തിലും മഴ പെയ്താൽ മഴ വെള്ളം തുള്ളിയാണ് വീഴുന്നത് മാതിരി ഈ മലയിൽ ഇതാ മുകളിൽ നിന്ന് കാണാം എല്ലാ സ്ഥലത്തിലും ഡ്രാപ്പായിട്ട് വെള്ളം പോയി. അതുകൊണ്ട് സഹസ്രധാര മല. ഈ മലയിൽ പല ഗുഹകളുണ്ട്. അതിലൊരു ഗുഹയിലാണ് ദ്രോണാചാര്യ തപസ് ചെയ്ത് അതിൽ ശിവൻ വന്ന് കാഴ്ച കൊടുത്ത് ഫൈറ്റിംഗ് പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഫൈറ്റിംഗ് പറഞ്ഞു കൊടുത്തത്. അത് ശിവൻ്റെ അടുത്ത് നിന്ന് ഡയറക്റ്റായിട്ട് ഫൈറ്റിംഗ് പഠിച്ചത് കൊണ്ട് ദ്രോണാചാര്യരെ ആരും ജയിക്കാൻ ഒക്കില്ല എന്നുള്ള ഒരു സിറ്റുവേഷനാണ്. എൻ്റെ അടുത്ത് ഒരു നദിയും പായുന്നുണ്ട്. ഈ ഗുഹ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ക്ഷേത്രവും ഇരിക്കുകയാണ്. അതാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. ഈ ചുറ്റി മലകളും ഈ വെള്ളം. ഇവിടെ ഒരു ഗന്ധക ഊറ്റുമുണ്ട്, സ്പ്രിങ്ങുണ്ട്. അതിൽ കുളിച്ചാൽ സ്കിൻ ഡിസീസൊക്കെ മാറും. ഇത് അടുത്ത് നോക്കുമ്പോൾ ആ വെള്ളം മഴ പെയ്യുന്ന മാതിരി ഉള്ള വെള്ളം ഒഴുക്ക് എപ്പോഴും ഇരുന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ മഴയില്ല, പക്ഷെ മഴ പെയ്തത് മാതിരി ഉള്ള ഡ്രോപ്സ് വെള്ളം എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ ദ്രോണാചാര്യയുടെ ഒരു വിഗ്രഹം ഇതാ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ദ്രോണാചാര്യ വില്ലും വെച്ചുകൊണ്ട് നിൽക്കുന്ന ആണ് ഇപ്പോൾ നിങ്ങൾ കാണാം. അതിലിതാ വെള്ളം ഒഴുകുന്നത്. ഇവിടെ താഴെ ലെവലിൽ മല കംപ്ലീറ്റ് ഹൈറ്റിൽ നിന്ന് വെള്ളം ഒഴുകുന്നു. ഇവിടെ ഇതാ എപ്പോൾ ഈ താഴെ ഇപ്പോൾ വെള്ളം ഒഴുകുന്നത് കാണാൻ നല്ല ബ്യൂട്ടിഫുൾ. ഇവിടെ ഒരു ഗുഹ ഉണ്ട്. അതുകൊണ്ട് വലിയ ഗുഹകളുണ്ട്. ഇങ്ങനെ കംപ്ലീറ്റ് മല ഇപ്പോൾ മുകളിൽ നോക്കിയാലും ഡ്രോപ്പാ ഒഴുകുന്നുണ്ട്. ഇതുമാതിരി കംപ്ലീറ്റ് ഈ മല ഫുള്ളായിട്ട് വെള്ളം ഒഴുകിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് സഹസ്രധാര മല എന്നാണ് പറയുന്നത്. വെള്ളം ഒഴുകുന്നത്. ഇപ്പോൾ മഴയില്ല, എന്നാൽ 24 hours ത്രൂ ഔട്ട് ദി ഇയർ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കും. ആ ഭാഗത്താണ് ഒരു ഗന്ധക സ്പ്രിങ്ങിൽ കുളിച്ചാൽ ഈ സ്കിൻ ഡിസീസൊക്കെ മാറും. ഇതാണ് ഉള്ളത്. ഇപ്പോൾ ഇത് കാണുന്നു. ഓക്കെ, ഇപ്പോൾ നമുക്ക് ആ ഗുഹയിലോട്ട് പോവാം. വാങ്ങ തിരുപ്പി വരുമ്പോൾ കൂടെ എടുത്തില്ല, നല്ല ഗുഹ ഓപ്പണിങ്ങിലായിരിക്കണം. വാങ്ങ. ഈ ഗുഹയെ ചുറ്റി ദ്രോണാചാര്യർ ധ്യാനം ചെയ്ത ഗുഹയെ ചുറ്റി ക്ഷേത്രങ്ങളൊക്കെ ഇരിക്കുകയാണ്. ഹോമകുണ്ടം, ലെക്ചർ ഹാൾ, ഭൈരവർ,
ഇപ്പോൾ ഗുഹയിലോട്ട് പോവുകയാണ്. ഇതാണ് ഗുഹ. ഗുഹയുടെ അകത്ത് ശിവലിംഗം, പല ദേവതകളുടെ പടങ്ങൾ, ഓട്ടോമാറ്റിക്ക ഡെപ്പോസിറ്റായ പിന്നെ ആനയുടെ ഷേപ്പിലിരിക്കുകയാണ്. പല ദേവതകളും അകത്തിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ വന്ന് ധ്യാനം ചെയ്യുകയാണ്. ഇവിടെ തന്നെ ദ്രോണർ ഇരുന്ന് ധ്യാനം ചെയ്ത് ശിവനെ കാണാൻ പറ്റിയത്. ഇതാ പോയത് இங்கே பாருங்கள், இதெல்லாம் என்ன இயற்கையாட்டி இதெல்லாம் இருக்குன்னு பாருங்கள். இந்த விநாயகர் இதில் பல ரூபங்கள் இருக்கும். அது பல முகம் மாதிரி உள்ள ரூபங்கள். வீடியோ எடுத்துருந்தாங்களா? ഇവിടെ ആളില്ലാത്ത കൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റിയത്. ആളിരുന്നാൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. പൂജാരി ഇല്ല. ദ്രോണാചാര്യ